Welcome to Pi Networks. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി ഗേറ്റ് 2004 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഫ്രം ദ സർക്യൂട്ട് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വി നോട്ട്. ഓക്കെ, സോ നമ്മൾ ഈ സർക്യൂട്ട് കെയർഫുള്ളി അനലൈസ് ചെയ്താൽ വാട്ട് ആർ പോയിന്റ്സ് യു ക്യാൻ ഫൈൻഡ് ഫ്രം ദിസ് സർക്യൂട്ട്? നമ്മുടെ സർക്യൂട്ടിലേക്ക് ഒരു 0.3 മില്ലി ആംപിയറിന്റെ കറന്റ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് ടു ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ. അതേപോലെ രണ്ട് ഫീഡ്ബാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം ദ ഔട്ട്പുട്ട് വി നോട്ട് ടു ഫീഡ്ബാക്സ് ആർ കണക്റ്റഡ്. വൺ ടു ദ നെഗറ്റീവ് ടെർമിനൽ ത്രൂ എ 10 kilo ohm resistor and the other feedback is the one through 30 kilo ohm to the positive terminal. ഇപ്പൊ നമ്മൾ ഈ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ they will proceed to solve the circuit only using the first 2 points. അതായത് 0.3 മില്ലി ആംപിയറിന്റെ കറന്റ് സോഴ്സിന്റെ കാര്യം അവർ കൺസിഡർ ചെയ്യും, നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസും കൺസിഡർ ചെയ്യും. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും ചെയ്യുക? മ്യൂച്വൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡയറക്ട്ലി അപ്ലൈ ചെയ്യും. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് ക്യാൻ ലീഡ് ടു എ റോങ് ആൻസർ. വൈ? ബിക്കോസ് വി ഹാവ് ടു ഫീഡ്ബാക്സ്. നമുക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഡൊമിനന്റ് ആണെന്ന് വെച്ചിട്ട് മ്യൂച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ദ പ്രോപ്പർ സ്റ്റെപ്പ് ടു സോൾവ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റിമൂവ് ദിസ് കറന്റ് സോഴ്സ്. അത് കഴിഞ്ഞിട്ട് ചെക്ക് വിച്ച് ഫീഡ്ബാക്ക്, അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ ഡൊമിനന്റ് എന്നുള്ള കേസ് കൺസിഡർ ചെയ്യണം. അതേപോലെ ദ കറന്റ് ഫ്ലോയിങ് ഇൻ ടു ദ ടെർമിനൽസ് ഓഫ് ഓപ്-ആംപ്, ബോത്ത് ദ ടെർമിനൽസ്, കറന്റ് ഫ്ലോയിങ് ഇൻ ടു ദ ടെർമിനൽസ്, അതായത് നെഗറ്റീവ് ടെർമിനലിലേക്കും പോസിറ്റീവ് ടെർമിനലിലേക്കും പോകുന്ന കറന്റ് ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് ഓഫ് ദ ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ഓപ്-ആംപ്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറന്റ് ത്രൂ ദ ഫീഡ്ബാക്ക് പാത്ത് ഉള്ളത് കണ്ടുപിടിച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഹൗ ടു സോൾവ് ഇറ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കറന്റ് സോഴ്സ് റിമൂവ് ചെയ്യാം. സോ സർക്യൂട്ട് റീഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ലെറ്റ്സ് സീ. സോ നമ്മൾ റീഡ്രോ ചെയ്തിട്ട് കിട്ടുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ കറന്റ് ഇൻ ടു ദിസ് ടെർമിനൽ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 0. ഇൻ ടു ദ ടെർമിനൽ ഓഫ് ഓപ്-ആംപ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10K അക്രോസ് എന്തെങ്കിലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടോ? അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് വി നെഗറ്റീവ് അല്ലെങ്കിൽ ദ വോൾട്ടേജ് അക്രോസ് ദ നെഗറ്റീവ് ടെർമിനൽ ഇസ് ഈക്വൽ ടു വി നോട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യാ? നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വി പ്ലസ് ഓർ വി പി, അതായത് വോൾട്ടേജ് ഓഫ് ദ പോസിറ്റീവ് ടെർമിനൽ. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? There you have to use voltage division rule. So voltage division rule എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? V plus will be equal to V naught, അതായത് total voltage into the corresponding resistance voltage by the total resistance, and that means it is equal to 2/5 V naught. Okay, so V plus എന്ന് പറയുന്നത് 2/5 V naught ഉം അതേപോലെ V negative എന്ന് പറയുന്നത് V naught. Now say which is greater, V negative or V positive? V negative is just V naught, V positive is 2/5 V naught. So നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Vn is obviously greater than Vp, right? Vn is greater than V. അങ്ങനെയാണെങ്കിൽ we can conclude that negative feedback is dominant. So if negative feedback is dominant means we can apply virtual ground concept. I have already uploaded a video on virtual ground concept. You can check it out. We need to find V out, replace everything back. അതായത് നമ്മളിപ്പോ ഫീഡ്ബാക്കിന്റെ ഡൊമിനൻസ് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറന്റ് സോഴ്സ് റിമൂവ് ചെയ്തിട്ടാണ് അത് പ്രൊസീഡ് ചെയ്തത്. സോ പ്ലേസ് ദ കറന്റ് സോഴ്സ് ബാക്ക്, then find V out. ഇനി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? കറന്റ് ഇൻ ടു ദിസ് ടെർമിനൽ ഇസ് ഈക്വൽ ടു 0 അത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കറന്റ് സോഴ്സിൽ നിന്ന് വരുന്ന കറന്റ് will be flowing through this 10 kilo ohm resistor then to the output voltage. So the current flowing through this 10 kilo ohm resistor is also 0.3 milliampere. So how can you relate this with the potential difference between 2 points? ഇവിടെ ഇതെന്ന് പറയുന്നത് Vn ആണ്, ഇത് V naught ആണ്. Vn minus V naught by 10 kilo ohm will be equal to 0.3 milliampere. So Vn എന്ന് പറയുന്നത് just now നമ്മൾ കണ്ടുപിടിച്ചു, it is 2/5 V naught. So substitute Vn is equal to 2/5 V naught. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V naught will be equal to minus 5 volt. So the final answer will be minus
5 volt. Always ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് what all things are given in the question. ഇതിലൊരു കറന്റ് സോഴ്സ് തന്നിട്ടുണ്ടായിരുന്നു, 2 ഫീഡ്ബാക്കും തന്നിട്ടുണ്ട്. സോ 2 ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും യു ഹാവ് ടു ഡിറ്റർമിൻ വിച്ച് ഇസ് ദ ഡോമിനന്റ് വൺ. ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.